നമസ്കാരം, മാസ്റ്ററിങ് എഡ്യൂടെക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കമ്പ്യൂട്ടറിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. ജനറേഷൻസ് ഓഫ് കമ്പ്യൂട്ടർ വരെയാണ് ഡിസ്കസ് ചെയ്തത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മളിപ്പോൾ പറയാൻ പോകുന്നത് ടൈപ്സ് ഓഫ് കമ്പ്യൂട്ടറാണ്. അപ്പോൾ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് അതിൻ്റെ സൈസ് അതുപോലെ തന്നെ പർപ്പസ് ഒക്കെ അനുസരിച്ചിട്ട് പല രീതിയിൽ നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഒന്നാമത്തെ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് സൂപ്പർ കമ്പ്യൂട്ടറാണ്. അപ്പോൾ ആ പേരിൽ തന്നെ ഉണ്ട് എന്താണ്, വെരി കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു കമ്പ്യൂട്ടറാണ് ഏതെന്ന് പറയുന്നത് സൂപ്പർ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള കമ്പ്യൂട്ടറാണ്. അതുപോലെ തന്നെ കോംപ്ലക്സ് ആയിട്ടുള്ള കാൽക്കുലേഷൻസ് ഒക്കെ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കമ്പ്യൂട്ടറാണ് സൂപ്പർ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. അതുപോലെ നമ്മുടെ വെതർ ഫോർകാസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന കമ്പ്യൂട്ടർ ഏതാണെന്ന് ചോദിച്ചാലും അത് ഏതാണ്, സൂപ്പർ കമ്പ്യൂട്ടറാണ് വെതർ ഫോർകാസ്റ്റിങ്ങിനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഇന്ത്യയുടെ ആദ്യത്തെ സൂപ്പർ കമ്പ്യൂട്ടർ ഏതാണെന്ന് ചോദിച്ചാൽ പരം 8000 ആണ് ഇന്ത്യയുടെ ആദ്യത്തെ സൂപ്പർ കമ്പ്യൂട്ടർ. ഫസ്റ്റ് സൂപ്പർ കമ്പ്യൂട്ടർ ഏതാണെന്ന് ചോദിച്ചാൽ CDC 6600 ആണ് ഫസ്റ്റ് സൂപ്പർ കമ്പ്യൂട്ടർ. ആദ്യത്തെ സൂപ്പർ കമ്പ്യൂട്ടർ CDC 6600യും ഇന്ത്യയുടെ ആദ്യത്തെ സൂപ്പർ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് പരം 8000ഉമാണ്. അതുപോലെ തന്നെ ബാബ അറ്റോമിക് റിസർച്ച് സെന്റർ ഡെവലപ്പ് ചെയ്ത സൂപ്പർ കമ്പ്യൂട്ടർ ഏതാണെന്ന് ചോദിച്ചാൽ അത് അനുപം ആണ്. അതുപോലെ തന്നെ സൂപ്പർ കമ്പ്യൂട്ടർ ഡെവലപ്ഡ് ബൈ ISRO ഡെവലപ്പ് ചെയ്ത സൂപ്പർ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് സാഗ 220 ആണ്. അപ്പോൾ വെതർ ഫോർകാസ്റ്റിങ്ങിനൊക്കെ വേണ്ടിയിട്ടും ലാർജ് കോംപ്ലക്സ് ആയിട്ടുള്ള കാൽക്കുലേഷൻസിനൊക്കെ വേണ്ടി യൂസ് ചെയ്യുന്ന കമ്പ്യൂട്ടേഴ്സ് ആണ് സൂപ്പർ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. സൂപ്പർ കമ്പ്യൂട്ടർ ബാർക്ക് ഡെവലപ്പ് ചെയ്ത സൂപ്പർ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് അനുപം. അതുപോലെ തന്നെ ISRO ഡെവലപ്പ് ചെയ്ത സൂപ്പർ കമ്പ്യൂട്ടറാണ് സാഗ 220. ഇനി രണ്ടാമത്തെ ഒരു ടൈപ്പ് കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടേഴ്സ് ആണ്. ഇത് എവിടെയാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ ബാങ്കിങ്ങിൽ അതുപോലെ തന്നെ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷനിലൊക്കെ യൂസ് ചെയ്യുന്ന കമ്പ്യൂട്ടേഴ്സ് ആണ് ഇത് മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടേഴ്സ് എന്ന് പറയുന്നത്. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ബിഗ്ഗർ ഇൻ സൈസ് ആണ്. അതുപോലെ തന്നെ ലാർജ് എമൗണ്ട് ഓഫ് ഡേറ്റാസ് ഒക്കെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള കമ്പ്യൂട്ടേഴ്സ് ആണ് മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടേഴ്സ് എന്ന് പറയുന്നത്. അടുത്തത് മിനി കമ്പ്യൂട്ടർ ആണ്. മിനി കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ ഇതിനെ ഒരു മൾട്ടി യൂസർ സിസ്റ്റം എന്ന് പറയാം. അതായത് ഒന്നിലധികം ആൾക്കാർക്ക് ഒരേ സമയം വർക്ക് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു കമ്പ്യൂട്ടറാണ് ഏതെന്ന് പറയുന്നത് മിനി കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. ഇത് നമ്മൾ യൂസ് ചെയ്യുന്ന സയൻറ്റിഫിക് പർപ്പസിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ സ്മോൾ ബിസിനസ് എസ്റ്റാബ്ലിഷിന് വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യുന്ന ഒരു തരത്തിലുള്ള കമ്പ്യൂട്ടേഴ്സാണ് മിനി കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. ഇനി നാലാമത്തത് മൈക്രോ കമ്പ്യൂട്ടറാണ്. മൈക്രോ കമ്പ്യൂട്ടർ എന്ന് പറയുമ്പോൾ നമ്മുടെ പേഴ്സണൽ യൂസിന് വേണ്ടി ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടേഴ്സിനെയാണ് മൈക്രോ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. നമുക്ക് പോർട്ടബിൾ കമ്പ്യൂട്ടർ. ഇനി ആദ്യത്തെ പോർട്ടബിൾ ആയിട്ടുള്ള മൈക്രോ കമ്പ്യൂട്ടർ ഏതാണെന്ന് ചോദിച്ചാൽ ഒസ്ബോൺ 1 ആണ് ഫസ്റ്റ് പോർട്ടബിൾ മൈക്രോ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. ഇന്നൊക്കെ പോർട്ടബിൾ കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് നമുക്ക് മാറ്റി വെക്കാൻ പറ്റുന്ന മൂവ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള കമ്പ്യൂട്ടേഴ്സ് ആണ് ഏതെന്ന് പറയുന്നത് പോർട്ടബിൾ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. മൈക്രോ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് ഒരു തരത്തിൽ എന്താണ്, ഒരു പോർട്ടബിൾ കമ്പ്യൂട്ടേഴ്സ് ആണ്. പേഴ്സണൽ യൂസിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന കമ്പ്യൂട്ടേഴ്സിന് എന്ത് പറയാം, മൈക്രോ കമ്പ്യൂട്ടേഴ്സ് എന്ന് പറയാം. ആദ്യത്തെ പോർട്ടബിൾ ആയിട്ടുള്ള മൈക്രോ കമ്പ്യൂട്ടർ ഏതാണെന്ന് ചോദിച്ചാൽ ഒസ്ബോൺ 1 ആണ്. ഇനി പോർട്ടബിൾ കമ്പ്യൂട്ടേഴ്സിന് എക്സാമ്പിൾ ഏതൊക്കെ പറയാം, ലാപ്ടോപ്പ്, നോട്ട്ബുക്ക് ഒക്കെ എന്താണ് പോർട്ടബിൾ കമ്പ്യൂട്ടേഴ്സ് ആണ്. നമുക്കറിയാം എക്സാമിന് ചോദിച്ചിട്ടുണ്ട് ലാപ്ടോപ്പ് ഈസ് ഡാഷ് എന്ന് പറഞ്ഞ് ചോദിക്കും. ലാപ്ടോപ്പ് എന്താണ്, പോർട്ടബിൾ ആണ്. നമുക്ക് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മൂവ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന തരത്തിലുള്ള കമ്പ്യൂട്ടേഴ്സ് ആണ് ഇത് ലാപ്ടോപ്പ്, നോട്ട്ബുക്ക് ഒക്കെ. ഇനി അടുത്തത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫങ്ഷണൽ യൂണിറ്റ്സ് ഓഫ് എ കമ്പ്യൂട്ടറാണ്. അതായത് കമ്പ്യൂട്ടറിൻ്റെ എന്താണ്, എങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നത്, അതിൽ മെയിനായിട്ടുമുള്ള യൂണിറ്റ്സ് അല്ലെങ്കിൽ പാർട്സ് ഏതൊക്കെയാണെന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഇപ്പോൾ ഫങ്ഷണൽ യൂണിറ്റ്സ് പറയുമ്പോൾ അല്ലെങ്കിൽ വർക്കിംഗ് ഓഫ് കമ്പ്യൂട്ടർ പറയുമ്പോൾ കമ്പ്യൂട്ടറിന് മെയിനായിട്ട് 3 പാർട്സാണ് നമ്മൾ പറയുന്നത്. ഇൻപുട്ട് യൂണിറ്റ് ഉണ്ട്, അതുപോലെ തന്നെ ഒരു സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് അല്ലെങ്കിൽ CPU ഉണ്ട്. മൂന്നാമത്തേതെന്ന് പറയുന്നത് ഔട്ട്പുട്ട് യൂണിറ്റ് ആണ്. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിരുന്നത് എന്താ, ഇൻപുട്ട് നമ്മൾ ഡേറ്റ അങ്ങോട്ട് കൊടുക്കുന്നു, അതിനെയാണ് എന്ത് പറയുന്നത്, ഇൻപുട്ട് എന്ന് പറയുന്നത്. കമ്പ്യൂട്ടർ എന്താന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു ഡേറ്റ അക്സെപ്റ്റ് ചെയ്യും, അതിനെ പ്രോസസ്സ് ചെയ്യും, പ്രോസസ്സ് ചെയ്ത റിസൾട്ടിനെ നമുക്ക് തിരിച്ചു തരും. അതാണ് കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഒരു ഇലക്ട്രോണിക് ഡിവൈസ് ആണ്.
അപ്പോൾ നമ്മൾ ഡേറ്റ കൊടുക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ഇൻപുട്ട് യൂണിറ്റ് വേണം, അതായത് ഇൻപുട്ട് ഡിവൈസസ് വേണം. ഇനി നമ്മൾ കൊടുത്ത ഡേറ്റയെ പ്രോസസ്സ് ചെയ്യണമെങ്കിൽ അവിടെ എന്താണ്? ഒരു പ്രോസസ്സിംഗ് യൂണിറ്റ് വേണം. അതുപോലെ തന്നെ പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞാൽ അത് കമ്പ്യൂട്ടറിൽ തന്നെ ഇരുന്നാൽ മതിയോ? അതിൻ്റെ റിസൾട്ട് നമുക്ക് തിരിച്ചു തരണ്ടേ? അതിന് വേണ്ടിയിട്ടാണ് ഔട്ട്പുട്ട് യൂണിറ്റുകൾ യൂസ് ചെയ്യുന്നത്. അപ്പം ഇൻപുട്ട് യൂണിറ്റിൽ മെയിനായിട്ട് വരുന്നത് എന്താണ്? ഇൻപുട്ട് ഡിവൈസസ് ആണ് ഇൻപുട്ട് യൂണിറ്റിൽ വരുന്നത്. അപ്പം നമ്മൾ ഇൻപുട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഡിവൈസസ്. ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻപുട്ട് ഡിവൈസസ് എന്താ ചെയ്യുന്നത്? ഈ ഡിവൈസസ് ഡേറ്റ സ്വീകരിക്കും അല്ലേ? അതുപോലെ തന്നെ നമ്മൾ കൊടുക്കുന്ന യൂസറിൽ നിന്നുള്ള ഡേറ്റാസിനെയും ഇൻസ്ട്രക്ഷൻസിനെയൊക്കെ പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് അക്സെപ്റ്റ് ചെയ്യുന്ന ഡിവൈസസ് ആണ് ഇൻപുട്ട് ഡിവൈസസ്. അപ്പം നമ്മൾ ഇനി മെയിനായിട്ടും ആ ഇൻപുട്ട് ഡിവൈസസ് ഏതൊക്കെയാണെന്നാണ് നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് ഇൻപുട്ട് ഡിവൈസ് എന്ന് പറയുന്നത് കീബോർഡാണ്. ഇനി നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ പ്രൈമറി ഇൻപുട്ട് ഡിവൈസ് ഏതെന്ന് ചോദിച്ചാൽ അതും കീബോർഡ് തന്നെയാണ്. പ്രൈമറി ഇൻപുട്ട് ഡിവൈസ് ആണ് കീബോർഡ് കണ്ടുപിടിച്ചത് ആരാന്ന് ചോദിച്ചാൽ ക്രിസ്റ്റഫർ ഷോൾസ് ആണ് കീബോർഡ് കണ്ടുപിടിച്ചത്. ഇനി നമ്മുടെ കീബോർഡിന്റെ ലേഔട്ട് എന്താണെന്ന് ചോദിക്കും. ഏതാണ്? കൊട്ടി ലേഔട്ടിലുള്ളതാണ് നമ്മുടെ കീബോർഡ്. അതായത് നമ്മൾ ടൈപ്പ് റൈറ്റർ പഠിക്കുമല്ലോ. അപ്പം ആദ്യകാലത്ത് നമ്മൾ കമ്പ്യൂട്ടറൊക്കെ വരുന്നതിന് മുന്നേ യൂസ് ചെയ്തിരുന്ന മെഷീനാണ് ടൈപ്പ് റൈറ്റിംഗ് മെഷീൻ. ഇപ്പോൾ ടൈപ്പ് റൈറ്റിംഗ് മെഷീനിൽ ഒരു കീബോർഡ് ഉണ്ടായിരുന്നു. ആ കീബോർഡിൻ്റെ ലേഔട്ടാണ് കൊട്ടി ലേഔട്ട്. ആ ലേഔട്ടിൽ തന്നെയാണ് നമ്മുടെ കമ്പ്യൂട്ടറിലും എന്ത് യൂസ് ചെയ്തിട്ടുള്ളത്? കീബോർഡ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ കൊട്ടി എന്ന് പറഞ്ഞാൽ നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ നമ്മുടെ കീബോർഡിൻ്റെ ഏറ്റവും മുകളിലത്തെ ആ ഒരു റോയിൽ ആ ലെറ്റേഴ്സ്, ഇപ്പോൾ ABCD എന്ന് നമുക്ക് കറക്റ്റ് ഓർഡറിലല്ല അത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്, ഷഫിൾ ചെയ്താണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ മുകളിലത്തെ ആ റോയിൽ വന്നിട്ടുള്ള ആ ഒരു ലെറ്റേഴ്സ് QWERTY ആ ഒരു ഓർഡറിലാണ് ലെറ്റേഴ്സ് വന്നേക്കുന്നത്. അപ്പോൾ അതിനെയാണ് എന്ത് പറയുന്നത്? ആ ഒരു ഇതാണ് കൊട്ടി. അതിനെയാണ് കീബോർഡിൻ്റെ ലേഔട്ട് എന്ന് പറയുന്നത്. അപ്പോൾ കൊട്ടി ലേഔട്ടിലുള്ളതാണ് നമ്മുടെ കീബോർഡ് എന്ന് പറയുന്നത്. ഇനി കീബോർഡിൽ എന്താണ്? ഒരുപാട് കീസ് ഉണ്ട്. അപ്പം നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ABCD ലെറ്റേഴ്സ് വേണം, 1 2 3 4 വേണം. അതുപോലെ തന്നെ എന്തെങ്കിലും തെറ്റിയാൽ നമുക്ക് കറക്ഷൻ ചെയ്യണം. അപ്പോൾ അങ്ങനെ പലതരത്തിലുള്ള കീസ് നമ്മുടെ കീബോർഡിലുണ്ട്. ഇനി കീബോർഡിൽ യൂസ് ചെയ്യുന്ന കീസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഒന്നാമത് നോക്കിയേ, ആൽഫ ന്യൂമറിക് കീസ്. ആൽഫ ന്യൂമറിക് കീസ് എന്ന് പറഞ്ഞാൽ ആൽഫ എന്ന് പറഞ്ഞ ക്യാരക്ടേഴ്സ്, ന്യൂമറിക് എന്ന് പറഞ്ഞാൽ നമ്പേഴ്സ്. അപ്പോൾ ക്യാരക്ടേഴ്സ് ഏതൊക്കെയാണ്? A മുതൽ Z വരെയുള്ള ക്യാരക്ടർ കീസുമുണ്ട്, 0 മുതൽ 9 വരെയുള്ള നമ്പർ കീസുമുണ്ട്. പിന്നെ വരുന്നത് ഫങ്ഷണൽ കീസാണ്. ചില ഫങ്ഷൻസ് പെർഫോം ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കീസാണ് ഫങ്ഷണൽ കീസ്. ഫങ്ഷണൽ കീസ് നമ്മൾ പഠിക്കും. മെയിനായിട്ടും 12 ഫങ്ഷണൽ കീസാണുള്ളത്. ഇത് എക്സാമിന് ചോദിച്ചിട്ടുണ്ട് എത്ര ഫങ്ഷണൽ കീസ് ഉണ്ടെന്ന്. 12 ഫങ്ഷണൽ കീസാണുള്ളത്. F1 മുതൽ F12 വരെയാണ് ഫങ്ഷണൽ കീസ് ഉള്ളത്. പിന്നെ ഉള്ളത് നാവിഗേഷൻ കീസാണ്. നാവിഗേഷൻ കീസ് എന്ന് പറഞ്ഞാൽ മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കീസ്. അതായത് മുകളിലേക്ക് പോകാൻ വേണ്ടിയിട്ട്, താഴേക്ക് പോകാൻ വേണ്ടിയിട്ട്, സൈഡിലേക്ക് പോകാൻ വേണ്ടിയിട്ട്, അത് ആ ഒരു പേജിൻ്റെ ഫസ്റ്റ് പോകാൻ വേണ്ടിയിട്ട്, ലാസ്റ്റ് പോകാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന കീസിനെയാണ് നാവിഗേഷൻ കീസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ കഴ്സർ മൂവ്മെൻറ്റിന് വേണ്ടി യൂസ് ചെയ്യുന്ന കീസാണ് നാവിഗേഷൻ കീസ്. നാവിഗേഷൻ കീസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ആരോ കീസ് ഉണ്ട്, ലെഫ്റ്റ്, റൈറ്റ്, ടോപ്പ്, ബോട്ടം, ഇങ്ങനെ 4 ആരോ കീസ് ഉണ്ട്. പിന്നെ ഹോം കീ ഉണ്ട്, എൻഡ് കീ ഉണ്ട്, അതുപോലെ തന്നെ പേജ് അപ്പ് ആൻഡ് പേജ് ഡൗൺ കീസ് ഉണ്ട്. ഇത് ഇത്രയുമാണ് ഏതെന്ന് പറയുന്നത് നാവിഗേഷൻ കീസ് എന്ന് പറയുന്നത്. അപ്പോൾ നാവിഗേഷൻ കീസ് എന്ന് പറഞ്ഞാൽ മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന കീസാണ്. അടുത്ത ഫോർമാറ്റിംഗ് കീസാണ്. അതായത് എന്തെങ്കിലും ചേഞ്ചസ് ഒക്കെ വരുത്താൻ വേണ്ടിയിട്ട് നമ്മൾ ടെക്സ്റ്റിൽ ഫോർമാറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കീസാണ് ഫോർമാറ്റിംഗ് കീസ്. ഇതിന് എക്സാമ്പിളാണ് ടാബ്, സ്പേസ്, എൻ്റർ, റിട്ടേൺ കീസൊക്കെ ഏത് കീസാണ്? ഫോർമാറ്റിംഗ് കീസിന് എക്സാമ്പിളാണ്. പിന്നെ വരുന്നത് മോഡിഫയർ കീസാണ്. മോഡിഫയർ കീസ് എന്ന് പറഞ്ഞാൽ മോഡിഫൈ ദ എഫക്റ്റ് ഓഫ് അതർ കീസ്. നമ്മൾ മറ്റു കീസ് യൂസ് ചെയ്തിട്ട് കൊടുത്തിട്ടുള്ള ആ ഒരു എഫക്റ്റിനെ മോഡിഫൈ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് മോഡിഫയർ കീസ്. മോഡിഫയർ കീസ് എന്ന് പറയുന്നത് ഷിഫ്റ്റ്, കൺട്രോൾ, ആൾട്ട്. അതായത് നമുക്കിപ്പോൾ സ്മോൾ ലെറ്റർ ആണ് നമ്മൾ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഷിഫ്റ്റ് കീ പ്രസ് ചെയ്തുകൊണ്ട് ആ സ്മോൾ ലെറ്റർ കീ നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്യാപിറ്റൽ ലെറ്റർ വരും. അപ്പോൾ അതെന്ത് ചെയ്തത്? ആ ലെറ്ററിനെ മോഡിഫൈ ചെയ്യുകയാണ് ചെയ്തത്. ഇതാണ് മോഡിഫയർ കീസ് എന്ന് പറയുന്നത്.
പിന്നുള്ളത് സ്പെഷ്യൽ പർപ്പസ് കീസാണ്. ഹെൽപ്പ്, ഡിലീറ്റ്, ബാക്ക് സ്പേസ് ഒക്കെ എന്താണ് സ്പെഷ്യൽ പർപ്പസ് കീസാണ്. പിന്നെ ടോഗിൾ കീസ് ഉണ്ട്, നമ്മുടെ ക്യാപ്സ് ലോക്ക്, നം ലോക്ക് ഒക്കെ എന്ന് പറയുന്നത് ടോഗിൾ കീസാണ്. നമ്മുടെ കീബോർഡിലുള്ള ഏറ്റവും ലാർജസ്റ്റ് കീ ഏതാണെന്ന് ചോദിച്ചാൽ അത് സ്പേസ് ബാർ ആണ് കീബോർഡിലെ ലാർജസ്റ്റ് കീ. ഇനി അടുത്തതെന്ന് പറയുന്നത് രണ്ടാമത്തത് മൗസ് ആണ്. രണ്ടാമത്തെ ഇൻപുട്ട് ഡിവൈസ് എന്ന് പറയുന്ന മൗസ് ആണ്. മൗസ് എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. മൗസ് എന്ന് പറയുന്നത് എന്താണ്? ഒരു പോയിന്റിങ് അല്ലെങ്കിൽ ഡ്രോ ഡിവൈസ് ആണ്. നമുക്ക് എവിടെയെങ്കിലും ഒന്ന് പോയിന്റ് ചെയ്യാൻ, ഇതെൻ്റെ കൈസർ, എനിക്ക് ഈ ഒരു ഫിഗറിലേക്ക് പോയിന്റ് ചെയ്യണം, ഇങ്ങനെ പോയിന്റ് ചെയ്യാൻ, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഡ്രോ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യുന്ന ഇതാണ് ഏതെന്ന് പറയുന്നത്? മൗസ് എന്ന് പറയുന്നത്. അപ്പോൾ മൗസ് ഒരു പോയിന്റിങ് ഓർ ഡ്രോ ഡിവൈസ് ആണ്. ഇനി സ്പീഡ് ഓഫ് മൗസ് ഈസ് റെപ്രസെൻറ്റഡ് ഇൻ സ്പീഡ്, അതായത് യൂണിറ്റ്, മൗസിന്റെ സ്പീഡ് റെപ്രസെന്റ് ചെയ്യുന്ന യൂണിറ്റ് ആണ് മിക്കി എന്നതാണ്. ഇത് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. മൗസ് ഡെവലപ്പ് ചെയ്തത് സിറോസ് പാർക്ക് ആണ്. ഇത് ഇൻവെന്റ് ചെയ്തത് ആരാണെന്ന് ചോദിച്ചാൽ ഡഗ്ലസ് എംഗൽബർട്ട് ആണ്. ഡഗ്ലസ് എംഗൽബർട്ട് ആണ് മൗസ് ഇൻവെന്റ് ചെയ്തത്. ഈ ഫസ്റ്റ് മൗസ് ആദ്യമായിട്ട് മാർക്കറ്റ് ചെയ്തത് ആപ്പിൾ ആണ്. നോക്കിയേ, ഈ മൗസിന്റെ ബ്ലിങ്കിങ് സിമ്പലിനെ പറയുന്ന പേര് കൈസർ ആണെന്നാണ്. കണ്ടോ, ഞാനിവിടെ മൗസ് വെച്ച് ക്ലിക്ക് ചെയ്തപ്പോൾ ഇതിങ്ങനെ ബ്ലിങ്ക് ചെയ്യുന്നില്ലേ? അപ്പോൾ ഈ ഒരു ബ്ലിങ്കിങ് സിമ്പലിനെ നമ്മൾ പറയുന്നതാണ് കൈസർ എന്നാണ് പറയുന്നത്. ഈ പലതരത്തിലുള്ള മൗസ് ഉണ്ട്. ഒന്നാമത്തെ മെക്കാനിക്കൽ മൗസ് ആണ്. മെക്കാനിക്കൽ മൗസ് എന്ന് പറഞ്ഞാൽ മൗസിന്റെ ബോട്ടം സർഫസിൽ ഒരു ബോൾ ആയിരിക്കും ഉണ്ടായിരിക്കുക. അപ്പം നമ്മുടെ ഈ ഒരു മൗസിന്റെ ബോട്ടം സർഫസിൽ ബോൾ ആണെങ്കിൽ അതിനെ എന്ത് പറയാം? മെക്കാനിക്കൽ മൗസ് എന്ന് പറയാം. ഇത് കണ്ടോ, ഈ ഒരു മൗസ്, ഈ മൗസിന്റെ ഈ ബോട്ടം ഇവിടെ എന്താണ്? ഒരു ലൈറ്റ് ആണ് കാണുന്നത്. ഇപ്പൊ ചില മൗസിൽ ഈ ലൈറ്റിന് പകരം എന്തായിരിക്കും? ഒരു ബോൾ ആയിരിക്കും ഉണ്ടായിരിക്കുക. അങ്ങനെയുള്ള മൗസിനെയാണ് മെക്കാനിക്കൽ മൗസ് എന്ന് പറയുന്നത്. ഇനി ഒപ്റ്റിക്കൽ മൗസ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ കണ്ട പോലെ LED ലൈറ്റ് കണ്ടില്ലേ? അപ്പം LED യൂസ് ചെയ്യുന്ന മൗസാണ് ഏത്? ഒപ്റ്റിക്കൽ മൗസ് എന്ന് പറയുന്നത്. പിന്നെ ഉള്ളത് വയർലെസ് മൗസ് ആണ്. വയർലെസ് മൗസ് എന്ന് പറയുമ്പോൾ നമ്മൾ കണക്ട് ചെയ്യുന്ന ആ വയർ കാണത്തില്ല. ഇതിൽ എന്താ യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഇൻഫ്രാറെഡ് റേസ് ആണ് യൂസ് ചെയ്യുന്നത്. അതും ചോദിച്ചിട്ടുണ്ട്. വയർലെസ് മൗസിൽ യൂസ് ചെയ്യുന്ന ടെക്നോളജി എന്താണ്? ഇൻഫ്രാറെഡ് റേസ് ആണ് വയർലെസ് മൗസിൽ യൂസ് ചെയ്യുന്നത്. ഇനി മൗസിന്റെ ആക്ഷൻ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ പ്രധാനമായിട്ടും മൗസ് എന്തിനു വേണ്ടിയൊക്കെ യൂസ് ചെയ്യാം? നോക്കിയേ, സിംഗിൾ ക്ലിക്ക് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ഐറ്റം സെലക്ട് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? അവിടെ വെച്ചിട്ട് സിംഗിൾ ക്ലിക്ക് ചെയ്താൽ മതി. ഇനി ഡബിൾ ക്ലിക്ക് ആണെങ്കിലോ, ഓപ്പൺ എ വിൻഡോ ഓർ ഫയല്, അല്ലെങ്കിൽ സെലക്ട് എ വേർഡ്, ഒരു വേർഡ് സെലക്ട് ചെയ്യണം, എനിക്കിവിടെ വെച്ചിട്ട് ഡബിൾ ക്ലിക്ക് ചെയ്താൽ ഈ ഒരു വേർഡ് സെലക്ട് ആവും. അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു വിൻഡോയോ ഫയലോ ഒക്കെ ഓപ്പൺ ചെയ്യണമെങ്കിൽ നമുക്ക് അവിടെ വെച്ചിട്ട് എന്ത് ചെയ്താൽ മതി? ഡബിൾ ക്ലിക്ക് ചെയ്താൽ മതി. ഇനി ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഇതെന്താണ്? മൂവ് ആൻ ഐറ്റം ഫ്രം വൺ പ്ലേസ് ടു അനദർ. ഇവിടെ ഇരിക്കുന്ന ഒരു ഐറ്റത്തിനെ നമുക്ക് മറ്റൊരു പ്ലേസിലേക്ക് മൂവ് ചെയ്യണം. ഞാൻ ഇതിനെ എന്ത് ചെയ്യുന്നു? ഇങ്ങനെ ക്ലിക്ക് ചെയ്തു ഇങ്ങനെ കൊണ്ടുവരുന്നു. കണ്ടോ? അപ്പം ഇവിടെ എന്ത് ചെയ്തു? ഇവിടുന്ന് മൗസ് ആക്ഷൻ എന്ന് പറയുന്നത് എവിടെ വന്നു? ഇവിടെ വന്നു. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ്. അതായത് ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് ഡ്രാഗ് ചെയ്ത് ഡ്രോപ്പ് ചെയ്തു. അപ്പം ഇങ്ങനെ മെയിനായിട്ടും ഇതൊക്കെയാണ് മൗസിന്റെ ആക്ഷൻ. മൗസ് കൊണ്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് സിംഗിൾ ക്ലിക്ക് ഉണ്ട്, ഡബിൾ ക്ലിക്ക് ഉണ്ട്, ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ഉണ്ട്. പിന്നെ അടുത്തതെന്ന് പറയുന്നത് റൈറ്റ് ക്ലിക്ക് ആണ്. റൈറ്റ് ക്ലിക്ക് എന്ന് പറയുന്നത് ഓപ്പൺ എ മെനു. ഇപ്പം ഞാൻ റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എന്ത് ചെയ്യും? ഒരു മെനു ഓപ്പൺ ആയിട്ട് വരും. അടുത്തതെന്ന് പറയുന്നത് സ്ക്രോൾ ആണ്, മൂവ് അപ്പ് ആൻഡ് ഡൗൺ. ഞാനിപ്പോൾ ഈ മൗസിന്റെ ബട്ടൺ യൂസ് ചെയ്തിട്ട് നമുക്ക് മുകളിലേക്കും താഴേക്കും എന്ത് ചെയ്യാൻ പറ്റും? സ്ക്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയുമാണ് മൗസിന്റെ ആക്ഷൻസ്. ഇനി മൂന്നാമത്തേന്ന് പറയുന്നത് ടച്ച് പാഡ് ആണ്. ഇറ്റ് ഈസ് എ പോയിന്റിംഗ് ഡിവൈസ് യൂസ്ഡ് ഇൻ ലാപ്ടോപ്പ്. മൗസിന് പകരം നമ്മൾ ലാപ്ടോപ്പിൽ യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസ് ആണ് ഏതെന്ന് പറയുന്നത്? ടച്ച് പാഡ് എന്ന് പറയുന്നത്. അടുത്ത ട്രാക്ക് ബാൾ ആണ്. മൗസ് പോലെ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഇൻപുട്ട് ഡിവൈസ് ആണ് ഏതെന്ന് പറയുന്നത്? ട്രാക്ക് ബാൾ എന്ന് പറയുന്നത്. ഇതിന്റെ മുകളിൽ ഒരു ബോൾ കാണും. ഈ ബോൾ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ പോയിന്റ് ചെയ്യുന്നത്. അടുത്ത ഡിവൈസ് എന്ന് പറയുന്നത് ജോയ്സ്റ്റിക് ആണ്. ഇതെല്ലാവർക്കും കണ്ടിട്ടുണ്ടായിരിക്കും. നമ്മൾ എന്താണ് ഗെയിം പ്ലേയിങ്ങിനൊക്കെ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസ് ആണ് ഏത്? ജോയ്സ്റ്റിക് എന്ന് പറയുന്നത്. ഇതിന്റെ മുകളിൽ എന്ത് കാണും? സ്റ്റിക്ക് കാണും. ഈ സ്റ്റിക്ക് മൂവ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അതിനെ മൂവ് ചെയ്യിക്കുന്നത്. മെയിനായിട്ടും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഗെയിം പ്ലേയിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഇൻപുട്ട് ഡിവൈസ് ഏതാണ്? ജോയ്സ്റ്റിക് ആണ് യൂസ് ചെയ്യുന്നത്. ഇനി നോക്കി അടുത്തത് ലൈറ്റ് പെൻ ആണ്. ഇതെന്താണ്? ഇറ്റ് ഇസ് എ പെൻ ഷേപ്ഡ് പോയിന്റിംഗ് ഡിവൈസ്. പെന്ന് പോലെ ഇരിക്കുന്ന ഒരു പോയിന്റിംഗ് ഡിവൈസ് ആണ്. എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ സ്ക്രീനിൽ ടച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഡ്രോ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ഇൻപുട്ട് ഡിവൈസ് ആണ് ഏതെന്ന് പറയുന്നത്? ലൈറ്റ് പെൻ എന്ന് പറയുന്നത്. അടുത്ത സ്കാനർ ആണ്. സ്കാനർ എന്ന് പറഞ്ഞാൽ
അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഒരു ഡോക്യുമെൻറ്റിനെ കമ്പ്യൂട്ടറിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഏത് യൂസ് ചെയ്യുന്നത്, സ്കാനർ യൂസ് ചെയ്യുന്നത്. അതിന് നമുക്ക് പറയാം, നമ്മുടെ കയ്യിലുള്ള ഡോക്യുമെൻറ്റ് നമ്മൾ തൊട്ട് നോക്കാൻ പറ്റുന്ന പാർട്സ് ഇല്ലേ, കമ്പ്യൂട്ടറിൻ്റെ തൊട്ട് നോക്കാൻ പറ്റുന്ന പാർട്സിന് നമ്മൾ ഹാർഡ്വെയർ എന്നും തൊട്ട് നോക്കാൻ പറ്റാത്തതിനെ സോഫ്റ്റ്വെയർ എന്നും പറയും. അതുപോലെ തന്നെ പേപ്പർ, നമുക്ക് കയ്യിൽ പിടിക്കാൻ പറ്റുന്ന പേപ്പർ ഡോക്യുമെൻറ്റിനെ ഹാർഡ് കോപ്പി എന്നും, ഇതിനെ നമ്മൾ കമ്പ്യൂട്ടറിനകത്തുള്ള ഡോക്യുമെൻറ്റിനെ നമ്മൾ എന്ത് പറയും, സോഫ്റ്റ് കോപ്പി എന്നും പറയും. അപ്പോൾ സ്കാനർ എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ എഴുതിയിട്ടൊക്കെയുള്ള, നമ്മൾ വരച്ചിട്ടൊക്കെയുള്ള ഒരു ഡോക്യുമെൻറ്റ്, പേപ്പറിലുള്ള ഒരു ഡോക്യുമെൻറ്റിനെ കമ്പ്യൂട്ടറിനകത്തേക്ക് കൊടുക്കണം. അപ്പോൾ അതിനാണ് സ്കാനർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്ത് പറയാം, സ്കാനർ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുക, ഹാർഡ് കോപ്പിയെ സോഫ്റ്റ് കോപ്പി ആക്കി കൺവേർട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസ് ആണ് ഏത്, സ്കാനർ എന്ന് പറയുന്നത്. മെയിനായിട്ട് 3 ടൈപ്പ് സ്കാനറാണുള്ളത്: ഫ്ലാറ്റ് ബെഡ് സ്കാനർ, ഹാൻഡ് ഹെൽഡ് സ്കാനർ ആൻഡ് ഡ്രം സ്കാനർ. അപ്പോൾ ഇത് ചോദിക്കുക എക്സാമിന്, ഇപ്പം സ്കാനറിൻ്റെ ടൈപ്പിൽ വരുന്ന അല്ലാത്ത ഏത്, ഫ്ലാറ്റ് ബെഡും ഹാൻഡ് ഹെൽഡും ഡ്രം സ്കാനറും വേറൊരു പേരും കൂടെ തരാം, അങ്ങനെയൊക്കെ ചോദിക്കാം. അപ്പോൾ അതറിഞ്ഞിരിക്കുക. ഇനി അടുത്തതെന്ന് പറയുന്നത് OMR ആണ്. OMR എന്ന് പറഞ്ഞാൽ ഒപ്റ്റിക്കൽ മാർക്ക് റീഡർ. ഇപ്പം നമ്മൾ OMR എക്സാം, PSCയുടെ ഒക്കെ OMR എക്സാം എഴുതും. നമ്മൾ ആ എക്സാം എഴുതുന്ന, നമ്മൾ ബബിൾ ചെയ്യുന്ന ആ ഒരു പേപ്പർ എന്ന് പറയുന്നത് എന്താണ്, കമ്പ്യൂട്ടർ റീഡബിൾ ആയിട്ടുള്ള പേപ്പറാണ്. അപ്പം ഈ OMR എന്ന് പറയുന്ന ഡിവൈസ് എന്താ ചെയ്യുന്നത് കണ്ടോ, ഈ ഒരു ഡിവൈസിലൂടെ ഈ പേപ്പർ കടന്നു പോകുമ്പോൾ ഇതിനകത്ത് നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ള ബബിൾ ചെയ്തിട്ടുള്ള ആ മാർക്സിനെ മാത്രം അതെന്ത് ചെയ്യും, റീഡ് ചെയ്യും. അപ്പം OMR എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള കമ്പ്യൂട്ടർ റീഡബിൾ ആയിട്ടുള്ള പേപ്പറിലെ മാർക്സിനെ റീഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസ് ആണ് ഇത്, OMR. OMRന്റെ ഫുൾ ഫോം അറിഞ്ഞിരിക്കണം. ഒപ്റ്റിക്കൽ മാർക്ക് റീഡർ എന്നതാണ് OMRന്റെ ഫുൾ ഫോം. റീഡ് മാർക്സ് ഓൺ എ കമ്പ്യൂട്ടർ റീഡബിൾ പേപ്പർ. കമ്പ്യൂട്ടർ റീഡബിൾ പേപ്പറിലെ മാർക്സിനെ റീഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നു. അടുത്തത് ബാർകോഡ് റീഡർ ആണ്. ബാർകോഡ് റീഡർ എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും സൂപ്പർ മാർക്കറ്റിൽ പോകുമ്പോൾ കാണുന്ന സാധനമാണ്. നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു പ്രോഡക്റ്റ് എടുത്ത് നമ്മൾ കൊണ്ട് കാണിക്കുമ്പോഴത്തേക്കും ആ പ്രോഡക്റ്റിൽ അവരെന്ത് ചെയ്യും, ഈ ബാർകോഡ് റീഡർ യൂസ് ചെയ്തിട്ട് അതിൻ്റെ ബാർകോഡിനെ റീഡ് ചെയ്യും. ഏത് പ്രോഡക്റ്റ് എടുത്താലും ഇപ്പോൾ ഈ ഒരു ബുക്ക് ആണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ബാക്കിൽ എന്തുണ്ട്, ഇവിടെ ഒരു ബാർകോഡ് ഉണ്ട്, കണ്ടോ, ഈ ഒരു ബാർകോഡ്. അപ്പം ഇതെന്ന് പറയുന്നത് എന്താണ്, ആൽഫ ന്യൂമറിക് വാല്യൂസ് ആയിരിക്കും. ഈ ബാർകോഡിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന എന്താ, നമ്പേഴ്സും കാണും, ക്യാരക്ടേഴ്സും കാണും. അപ്പോൾ ഇതിനെ ഇങ്ങനെ റീഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ബാർകോഡിനെ റീഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസാണ് ബാർകോഡ് റീഡർ എന്ന് പറയുന്നത്. ഈ ബാർകോഡ് റീഡർ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഈ ബാർകോഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിഞ്ഞിരിക്കണം. ബാർകോഡ് എന്ന് പറഞ്ഞാൽ ഇതുപോലെയുള്ള ഗ്രൂപ്പ് ഓഫ് സ്മോൾ ലൈൻസിനെയാണ് എന്ത് പറയുന്നത്, ബാർകോഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബാർകോഡ് റീഡർ ഈ സ്മോൾ ലൈൻസിനെ എന്ത് ചെയ്യും, റീഡ് ചെയ്തിട്ട് ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആൽഫ ന്യൂമറിക് വാല്യൂസ് ആയിട്ട് അതിനെ കൺവേർട്ട് ചെയ്യും. എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചാൽ, ഒരു പ്രോഡക്റ്റിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഈ ബാർകോഡ് റീഡർ വെച്ച് നമ്മളൊരു പ്രോഡക്റ്റിലോട്ട് ഈ ബാർകോഡ് കാണിക്കുമ്പോഴത്തേക്കും അതെന്ത് ചെയ്യും, അത് റീഡ് ചെയ്തിട്ട് ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ഏതാണെന്ന് സെർച്ച് ചെയ്ത് അതിൻ്റെ പ്രൈസ് ആയിരിക്കും നമുക്ക് അവിടെ കൊണ്ടുവന്ന് കൊടുക്കുന്നത്. അപ്പം ബാർകോഡ് എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് ഓഫ് സ്മോൾ ലൈൻസിനെ ബാർകോഡ് എന്ന് പറയുന്നു. ബാർകോഡിനെ റീഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഡിവൈസ് ആണ് ബാർകോഡ് റീഡർ. ഇനി അടുത്തത് MICR ആണ്. MICRന്റെ ഫുൾ ഫോം മാഗ്നറ്റിക് ഇങ്ക് ക്യാരക്ടർ റെക്കഗ്നിഷൻ എന്നതാണ്. അപ്പം ഈ MICR എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇത് കണ്ടോ, ചെക്കാണ്. അപ്പം ഈ ചെക്കിലെ നമ്പറിനെ റീഡ് ചെയ്യാൻ വേണ്ടി ബാങ്കിൽ യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസാണ് MICR എന്ന് പറയുന്നത്. അപ്പോൾ ഡാഷ് ഈസ് യൂസ്ഡ് ടു റീഡ് നമ്പേഴ്സ് ഇൻ ചെക്ക് എന്ന് ചോദിച്ചാൽ ഏതാണ്, MICR ആണ്. അതുപോലെ തന്നെ MICRന്റെ ഫുൾ ഫോം ചോദിക്കും, മാഗ്നറ്റിക് ഇങ്ക് ക്യാരക്ടർ റെക്കഗ്നിഷൻ എന്നതാണ് MICRന്റെ ഫുൾ ഫോം. ഈ ബാങ്കിങ് ഇൻഡസ്ട്രിയിൽ ചെക്കിനകത്തുള്ള നമ്പേഴ്സിനെ റീഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. MICR ക്യാരക്ടേഴ്സ് പ്രിന്റഡ് യൂസിങ് സ്പെഷ്യൽ ഇങ്ക് കണ്ടെയ്നിങ് അയൺ ഓക്സൈഡ്. അപ്പോൾ ഈ അയൺ ഓക്സൈഡ് പോലെയുള്ള സ്പെഷ്യൽ ഇങ്കൊക്കെ യൂസ് ചെയ്തിട്ടായിരിക്കും എന്ത് ചെയ്യുന്ന, ചെക്കിൽ ആ ഒരു നമ്പേഴ്സൊക്കെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിനെ റീഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഏത് യൂസ് ചെയ്യുന്നത്, MICR യൂസ് ചെയ്യുന്നത്. ഇനി അടുത്തത് ബയോമെട്രിക് സെൻസർ ആണ്. ബയോമെട്രിക് സെൻസർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബയോളജിക്കൽ ട്രേറ്റ്സ്, അതായത് നമ്മുടെ ഫിംഗർ പ്രിൻറ്റ്, റെറ്റിന, ഇതിനെയൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു. അതായത് ഒരു യൂസറിനെ ഓതൻറ്റിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അയാളുടെ റെറ്റിന അല്ലെങ്കിൽ ഫിംഗർ പ്രിൻ്റൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ
ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സെൻസേഴ്സ്, അതിനെയാണ് എന്ത് പറയുന്നത്, ബയോമെട്രിക് സെൻസർ എന്ന് പറയുന്നത്. പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ സ്പീച്ച് റെക്കഗ്നിഷൻ ആണ്. ഇപ്പം നമ്മൾ പറയുന്ന വാക്ക് ആ ഒരു സൗണ്ടിനെ എന്താക്കി മാറ്റുന്നു, ടെക്സ്റ്റ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഏത് യൂസ് ചെയ്യുന്നത്, സ്പീച്ച് റെക്കഗ്നിഷൻ യൂസ് ചെയ്യുന്നത്. ട്രാൻസ്ലേറ്റ് സ്പോക്കൺ വേർഡ് ഇൻ ടു ടെക്സ്റ്റ്, നമ്മൾ സംസാരിക്കുന്ന ആ ഒരു സ്പോക്കൺ വേർഡ്സിനെ ടെക്സ്റ്റിലേക്ക് കൺവേർട്ട് ചെയ്യും. ഓക്കെ, ദ വേർഡ്സ് ആർ ഫസ്റ്റ് കൺവേർട്ടഡ് ടു ഡിജിറ്റൽ സിഗ്നൽ ആൻഡ് ദെൻ ട്രാൻസ്ഫോം ഇൻ ടു ടെക്സ്റ്റ്. വേർഡ്സിനെ ആദ്യമേ ഡിജിറ്റൽ സിഗ്നലിലേക്ക് കൺവേർട്ട് ചെയ്യും, പിന്നീട് അതിനെ എന്താക്കി മാറ്റും, ടെക്സ്റ്റ് ആക്കി കൺവേർട്ട് ചെയ്യുകയാണ് ഏത് യൂസ് ചെയ്യുന്നത്, സ്പീച്ച് റെക്കഗ്നിഷൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് പറയാനുള്ള മെയിൻ ആയിട്ടുള്ള ഇൻപുട്ട് ഡിവൈസസ്. അപ്പോൾ അടുത്ത ഔട്ട്പുട്ട് ഡിവൈസസ് ആണ്, അത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമ്മളിപ്പോൾ ഇത് നേരത്തെ നമ്മൾ ടൈപ്പിസ്റ്റിൻ്റെ ക്ലാസ്സുകൾക്ക് എടുത്തിട്ടുള്ളതാണ്. പിന്നെ എക്സ്ട്രാ പോയിന്റ്സ് എന്തെങ്കിലും വേണം ആഡ് ചെയ്തിട്ട് അത് നമ്മൾ ക്ലാസ്സിൽ ഇൻക്ലൂഡ് ചെയ്യും. ഇപ്പോൾ ക്ലാസ് ആദ്യം തൊട്ടേ എടുക്കുന്നത് അതുകൊണ്ടാണ്. നേരത്തെ ക്ലാസ് ഉണ്ട്, ക്ലാസ് കണ്ട് പഠിക്കുന്നവർക്ക് അത് കണ്ട് പഠിക്കാം. പിന്നെ ഇപ്പോഴത്തെ ക്ലാസ്സിൽ നമുക്ക് എക്സ്ട്രാ പോയിന്റ്സ് കിട്ടുന്ന പോയിന്റ്സും കൂടി ആഡ് ചെയ്തുകൊണ്ടായിരിക്കും നമ്മുടെ ക്ലാസ് കവർ ചെയ്ത് പോകുന്നത്. അപ്പോൾ ആദ്യം തൊട്ട് കാണുന്നവരും കാണും, അവർക്കൂടെ വേണ്ടിയിട്ടാണ് ആദ്യം തൊട്ട് തന്നെ നമ്മൾ സിലബസ് അനുസരിച്ചിട്ട് ക്ലാസ് കണ്ടിന്യൂ ചെയ്ത് പോകുന്നത്. അതുപോലെ തന്നെ ഓരോ ആഴ്ചയിലും നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എല്ലാവരും പറഞ്ഞു ക്ലാസ് നേരത്തെ ഉണ്ട്, അത് കാണുന്നുണ്ട് എന്ന് പറഞ്ഞു, പ്രീവിയസ് ക്വസ്റ്റ്യൻ വേണമെന്ന് പറഞ്ഞു. അപ്പം പ്രീവിയസ് ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യും. ആദ്യമേ ആഴ്ചയിൽ ഒരു ദിവസം എന്ന രീതിയിലൊക്കെ നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ചെയ്യാം. അവസാനം ഒരുവിധം പോർഷനൊക്കെ കവർ ചെയ്തതിന് ശേഷം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് മാത്രം ഡിസ്കസ് ചെയ്ത് പോവാം. അപ്പോൾ ഇപ്പോൾ എന്തായാലും ഇപ്പോൾ ആദ്യം തൊട്ട് കാണുന്ന കുട്ടികളൊക്കെ കാണും, അവർക്കൊക്കെ ബേസിക് അറിഞ്ഞൂടാത്തവർ പഠിച്ച് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്ലാസ്സിൽ ചെയ്യുന്നത്. അതുപോലെ തന്നെ നേരത്തെ പറയാൻ വിട്ടുപോയിട്ടുള്ള ടോപ്പിക്കുകളോ എന്തെങ്കിലും പോയിന്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതുകൂടെ നമ്മൾ ഇപ്പോഴത്തെ ക്ലാസ്സുകളിൽ ആഡ് ചെയ്യും. ക്ലാസ്സിൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. Thank you.